എല്ലാവർക്കും നമസ്കാരം. വാ 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 കിടുവ പറയുന്നേക്കുവാ. രണ്ട് കാര്യം ചെയ്താൽ അപ്പൊ തോട്ടി കൊണ്ടുപോകും. ഒന്ന് ഹോംവർക്ക് ചെയ്യണം, രണ്ട് എന്താ ഹോംവർക്ക് ചെയ്ത എന്റെ കുഞ്ഞു മരുന്ന് കുടിക്കുന്ന എല്ലാരും കാണട്ടെ. ഓരോ പിള്ളേരൊക്കെ അല്ലേ, ഓരോ പിള്ളേരൊക്കെ എന്തോ കരച്ചില്ലല്ലേ. നീ തന്നെ മേടിച്ച് കുടിക്കുന്നതല്ലേ, പിന്നെ എന്തോ നിനക്ക് ഇത്ര നമ്പര്. നിങ്ങളൊക്കെ വീട്ടിൽ പിള്ളേര് മരുന്ന് കുടിക്കാൻ കരയത്തില്ലേ? പക്ഷെ കിടു അങ്ങനല്ല. ആ ഇഞ്ചക്ഷൻ കിട്ടിയ കഥയെന്ന് പറഞ്ഞു. മാമൻ ഇഞ്ചക്ഷൻ എടുക്കണം. ഞാൻ കാലേ പിടിക്കണം, അവൻ കയ്യെ പിടിക്കാന്ന് പറഞ്ഞേക്കണം. മാമന്റെ പനിയൊന്നും നേരത്തെ കഴിഞ്ഞൊന്നുമില്ല. എന്നിട്ട് മൂക്കെന്തെങ്കിലും എന്ന് പറയുന്നത് ഹലോ പോയി. ഹലോ ഹലോ ഞാൻ ശാലിനിയമ്മയും കൂടെ അക്കരയ്ക്ക് പോണേ. ഞങ്ങൾ ഇന്ന് അവിടെ ഉണ്ടാക്കി കഴിക്കുന്നത്. എന്നാ കുളിക്കാൻ പോയത് കൂടി കൊഞ്ചാതെ കുടിക്കാം. ഞാൻ മുമ്പേ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഇവന് മരുന്ന് കുടിക്കാൻ പേടിയാ. ഇവന് മറ്റേ സാധാരണ പിള്ളേരൊക്കെ തന്നെ മരുന്ന് കുടിക്കത്തില്ല, ഇവര് പേടിയാ. കിട വെള്ളച്ചിലെടുക്കല്ലേ. ആ വേണ്ട, കുഞ്ഞാവ് വരും, പിന്നെ പ്രശ്നമില്ലല്ലോ. നിനക്ക് കുഞ്ഞമാമ മരുന്ന് വരട്ടെ, നിനക്കതല്ലേ ഇഷ്ടം. അതിന് മാമൻ്റെ രണ്ട് കേട്ട് മരുന്ന് കുടിച്ചാൽ അവനെ അത് അങ്ങോട്ട് ദഹിക്കത്തുള്ളൂ. പണ്ടൊക്കെ ഇച്ചിരി മരുന്ന് മതിയായിരുന്നു, ഇപ്പം ഇച്ചിരി ഏറെ മരുന്ന് വേണം. ചെറുക്കം വലിയ ചെറുക്കനായി. അങ്ങനെ രണ്ട് മരുന്ന് എടുത്ത് കുടിക്കണേ. എന്നിട്ട് ഞങ്ങൾക്കൊരു വിശേഷം പറയാനുണ്ടല്ലോ. ഏതോ എഴുതാനല്ല, വേറെ വിശേഷം. നീ ഇത് കുടിച്ചു നോക്ക, എന്നാലും ഞാൻ പറയും. മോഹൻലാൽ അല്ല, അതെ അവൻ തന്നെ കുടിക്കും. കുടിച്ച് കാണിക്കണം, എല്ലാവരും ഞെട്ടട്ടെ. ചുമ്മാ അവൻ്റെ നമ്പർ അവൻ കുടിക്കാത്തവൻ. എന്നോട് ക്ഷമിക്കണേ, എവനോട് ക്ഷമിക്കണേ. എൻ്റെ മനസ്സിന് കൺട്രോൾ തരണം. രാവിലെ തൊട്ട് അവൻ പെരുത്ത് നടക്കും, അവൻ പനിയും വെച്ചോണ്ട്. അതിന്റെ തട്ടിക്കളയുന്നേ. അതിന്റെ കൈക്കെന്തോ ബലമില്ലാത്തേ. നാക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുടിക്കാതെ കുടിക്കിനി വെച്ച് കളിക്കാതെ കണ്ട ഞങ്ങളുടെ കുഞ്ഞ് ഒറ്റയ്ക്ക് മരുന്ന് കുടിക്കുന്നത്. നാക്ക് ഞാൻ ഇങ്ങനെ കുടിപ്പിക്കും. അതെ, പനി അങ്ങോട്ട് വരുമ്പോ അപ്പേ 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 അപ്പ എടുക്കപ്പേ, അപ്പേനെ കെട്ടിപ്പിടിക്കപ്പേ, അപ്പേൻ്റെ അടുത്തിരിക്കപ്പേ. അപ്പോഴേ എന്തുവാന്ന് വെച്ചാ, ഞങ്ങളുടെ വീട്ടിലൊരു സിനിമാ നടനുണ്ടല്ലോ. അതായത് ഞങ്ങളുടെ കിടുവിന് സിനിമയിൽ അഭിനയിക്കാൻ ഒരവസരം. അത് ഏത് വീഡിയോ അറിയോ? ഇവനെ ഈ മഴവില്ല് കണ്ടിട്ട്, ആകാശത്തെ മഴവില്ല് കണ്ടിട്ട് തുള്ളിച്ചാടുന്നൊരു വീഡിയോ ഉണ്ട്. ഒരു നാട്ടിൻപുറത്തെ സൗന്ദര്യം. ആരുടെ സിനിമയല്ല കിടു പറ. അവൻ തന്നെ പറയുന്നത് മോഹൻലാലിന്റെ ആണ്, എമ്പുരാന്റെ ആണ്. പക്ഷെ അതൊന്നുമല്ല. പുള്ളി മിനിമം ഒരു മോഹൻലാലിന്റെ സിനിമയിലെങ്കിലേ മുഖം കാണിക്കൂ എന്നാണ് പറയുന്നത്. മോഹൻലാലിന്റെ ആരായിട്ടാ പറ. മോഹൻലാലിന്റെ മോഹൻലാലിന്റെ അച്ഛനായിട്ടോ ആരാ? കവന്നുണ്ടോ? നീ ഒന്ന് പറഞ്ഞു, വായൊന്നും പോത്തണ്ട. മോഹൻലാലിന്റെ ആരായിട്ട് അഭിനയിക്കുന്നത്? മോഹൻലാലിന്റെ ആരായിട്ടാ വേണ്ടത്തില്ലേ? മോഹൻലാലിന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ പോവാ, അപ്പൂപ്പനായിട്ട്. പിന്നെ മോഹൻലാലിന്റെ ചെറുപ്പം കേട്ടോ പുള്ളി അഭിനയിക്കുന്നത്. ഇത് അതൊന്നും അല്ല, ഇതൊരു ചെറിയ സിനിമയാണ്. ഇത് അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് സംസാരിച്ചു. തൽക്കാലം ഞങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നില്ല. അറിയിപ്പോടെ എന്റെ വടിയിൽ നിന്ന് അറിയിപ്പോ. എന്റെ വടി ഇരുത്ത, ഞാൻ ഇരുത്തത്തില്ല. എല്ലാവരുടെ പനി മാറും. ഇവൻ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഇവന്റെ പനി കൂടും. ആ പനി ഞങ്ങൾക്ക് എല്ലാം തരും. അവസാനം നിന്റെ പനി നീ കൊടുത്തേക്കുന്ന കുഞ്ഞാവയ്ക്കാ. കുഞ്ഞാവ് തന്നെ ഇവിടെ തൊണ്ട ഉറുത്തി രാത്രി മൊത്തം പനിയായിരുന്നു. അപ്പൊ ഇവന്റെ സമാധാനം എന്താണെന്നറിയോ? ഇവനെ ആശുപത്രിയിൽ പിടിച്ചു വെച്ചത് കുഞ്ഞാവയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അവന്റെ പ്രശ്നം ഇഞ്ചക്ഷൻ എടുത്തതല്ല, അവന്റെ ശുണ്ടി മാമൻ കണ്ടെന്ന്.
പറഞ്ഞതല്ലോ എഡിറ്റ് ചെയ്തോളെ, ഡിലീറ്റ് ചെയ്തേട്ടാ, ആ ഭാഗമില്ല വീഡിയോയില്. അല്ല മാമനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടോ നമുക്ക്? മാമനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടോ? കൈ പിടിക്കുവോ കാല് പിടിക്കുവോ? ആ മാമന്റെ കൈ, അതെ മാമ കുളിപ്പിക്കുമ്പോ ഒന്നും പ്രശ്നമില്ല, പക്ഷെ ചില സമയങ്ങളിലേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ. ഇവ മാമന്റെ കൈ ഇങ്ങനെ പിടിക്കും, ഞാൻ കാലിങ്ങനെ പിടിക്കും, അപ്പൊ നേഴ്സ് ഇഞ്ചക്ഷൻ കൊടുക്കും അല്ലേ? എന്നാ അപ്പ കൈ പിടിക്കാം, നീ കാലം പിടിച്ചോ. കാലം കൊണ്ട് തൊഴിക്കുവോ മാമൻ? നമുക്ക് 2 മണിയണ്ണനെയൊക്കെ കൊണ്ടുപോവാം. മണിയണ്ണൊക്കെ ആകുമ്പോ പിടിച്ചു വെക്കും മാമനെ. ഓ എന്നാ മുള്ളാത്തെ അങ്ങനെ എന്തിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത്? മാമ കരയുന്ന കാണിക്കാനാ? ആദൂരും പനി പിടിച്ചു, ശാലിനി ചേച്ചിക്ക് പനി പിടിച്ചു, എല്ലാവർക്കും പനിയാ. പനിയുടെ പ്രധാന സോഴ്സ് ഇതാ, തുടക്കം തന്നതാണിതാ. ഞങ്ങളുടെ പനി, ഇത് ഞങ്ങളുടെ വൈറസ്. ഈ വൈറസാ ഞങ്ങൾക്കെല്ലാം പനി പകർത്തിയേ. ഈയുടെ വൈറസ് വിടാനോ? എന്റെ വടി കയറി കിടന്നിട്ട് എന്നോട് വിടുന്നു. ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ടോ? നിനക്ക് ഇറങ്ങി പോകുന്നില്ലേ? താങ്കൾക്ക് ഇറങ്ങി പോകത്തില്ലേ? ആ കിടുവിന്റെ കല്യാണം താമസിക്കും കേട്ടോ. കിടു പാത്രം കഴിച്ചിട്ട് കുറെ നേരം ഇങ്ങനെ പാത്രവും വെച്ച് കളിച്ചോണ്ടിരുന്നു. ഇനി എന്തോ ചെയ്യും? ഞാനാണെങ്കിൽ പന്തലിന്റെ കാര്യം DJ എല്ലാം പറയണമെന്ന് വിചാരിച്ചിരുന്നു കിടുവിന്റെ കല്യാണത്തിന് വേണ്ടിട്ട്. പക്ഷെ ഇനി താമസിക്കും. കഴിഞ്ഞ ദിവസം ഒറ്റയ്ക്കിരുന്ന് കരയുക, അമ്മയോട് പറഞ്ഞോണ്ട് എനിക്കൊരു അല്ല ഒറ്റയ്ക്കിരുന്ന് ഏങ്ങലടിക്കുക. അമ്മ നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു ഭാര്യയില്ല, എനിക്ക് കൊച്ചുമക്കളില്ല, നിങ്ങളൊക്കെ മരിച്ചാ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ വിട്ടു പോ, ഇറങ്ങി പോന്നാ, ഇറങ്ങി പോണ്ടേ പോ. ഞങ്ങൾ ഇന്നലെ തോട്ടി പോയി ഷെഡ് വൃത്തിയാക്കാൻ പോയി കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ വടുത്ത് തിരിച്ചു പോകുന്നു. വടുത്തൊന്നുമല്ല, ഒരു പാമ്പിനെ കണ്ടു. കാരണം കുറേ ഞങ്ങൾ അങ്ങോട്ട് കയറലില്ലല്ലോ. ഞാൻ ഇടയ്ക്കൊന്ന് വെള്ളച്ചാട്ടത്തിൽ പോകുന്നല്ലാണ്ട് ആ ഷെഡിൻ്റെ അകത്ത് കയറി ഇരിക്കലൊന്നുമില്ല. അവിടെ അങ്ങനെ വൃത്തിയാക്കി പോവാം. അങ്ങനെ പോവാടാ. അങ്ങനെ അവിടെ ആടാ, നീ അച്ചയോട് ചോദിച്ചു പോട്ടേന്ന് മരുന്ന് കുടിച്ചെന്ന് പറ. അങ്ങനെ ഷെഡ് പാമ്പിനെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ശാലിച്ചിട്ട് മൂട് പോയി. അങ്ങനെ ഞങ്ങൾ തീയെല്ലാം കത്തിച്ചു, പുകച്ച് ചുറ്റിനും കുറച്ച് കാട് ചേച്ചി കളഞ്ഞു. ബാക്കി ഇച്ചിരി ഞാൻ തൂത്തുവാരി എല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒന്നും കൂടെ പോയി തോട്ടി ഓസണം കുറേ ആയിട്ട് മാറ്റി വെച്ച് ആരാണ് ചോദിച്ചേ? നീ ആരോട് ചോദിച്ചേ? എടാ കള്ള, അച്ഛയുടെ അച്ഛ ഇവിടെ മുറിക്കാത്ത അവന്റെ അച്ഛക്ക് പനി. നിന്നോട് പൊക്കോട്ടെ എന്ന് ചോദിക്കാനല്ലേ പറഞ്ഞു, നീ പോയിട്ട് പോകും എന്ന് പറയാനല്ലല്ലോ പറഞ്ഞു. അച്ഛൻ പറഞ്ഞ എന്താ ഹോംവർക്ക് ചെയ്തിട്ട് പൊക്കോളെ. ഹോംവർക്ക് ചെയ്തോ മര്യാദക്ക്? അതാ നിന്റെ ആരോഗ്യത്തിനല്ലേ. അടി പേപ്പർ പറയുന്ന ലക്ഷണമുണ്ട് കണ്ടോ? അപ്പൊ പനിയുടെ തിരക്കൊക്കെ കൊണ്ടാണ് നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാം. ചേച്ചി അങ്ങോട്ട് പോവാ ചേച്ചി. സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത പണിത്തിരക്കും പനിത്തിരക്കും കാരണമാണ്. ഇവിടെ വേറൊരാളെ പനിച്ചടിച്ച് കിടക്കുക, ഇരിക്കുക. അപ്പൊ ഇന്ന് ശാലിനി ചേച്ചി മണിയണ്ണനും ഉണ്ട്. ഇന്നലെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മിനിഞ്ഞാന്നും ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മണിയണ്ണനെ കൂടെ കിട്ടി. മോനേടാ കറക്റ്റം പോവടാ. അന്നാടി കിടൂന് എഴുതാൻ വയ്യെന്ന്, കിടൂന് ഹോംവർക്ക് ചെയ്യാൻ കൊതിയാവുന്നെന്ന്. അപ്പക്ക് കുറച്ച് സൂക്കേടൊന്നും ഇല്ലേ? വേണ്ടേ കിടൂന് ഹോംവർക്ക് ചെയ്യണേ, കിടൂന് ഹോംവർക്ക് ചെയ്യാൻ കൊതിയാവുന്നെന്ന്. വേറൊരു പനിക്കാരനുണ്ട്, എന്ത് ചെയ്യാൻ നോക്കട്ടെ. ഞങ്ങൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ ഷെഡ് വൃത്തിയാക്കാൻ വേണ്ടി വന്നാണേ. കുറേ ആയിട്ട് അങ്ങനെ ആരും വരാത്തോണ്ട് മൊത്തം കാട് കയറി വിജനമായി കിടക്കുകയാണ്. പഴയ വിറകൊക്കെ ഉണ്ട്. ഈ കൊടും കാട് എല്ലാം വെട്ടി ഇപ്പം തെളിച്ച് റെഡിയാക്കും. ഇപ്പോൾ
പറയുന്ന പുറത്ത് പോവല്ലേ, തന്നെ പോവല്ലേ എന്ന്. അവിടെ ഇരുന്നോട്ടെ, നമുക്ക് നമ്മുടെ പണി ചെയ്തേക്കാം. എടാ ചുരുണ്ടിരിക്കുന്ന പാമ്പ്. നിന്നോട് എപ്പോഴും പറയത്തില്ലേ തന്നെ കറങ്ങാൻ? എന്തോണം പോവും, അടുത്ത് പോയി കാണാൻ പൂത, മറ്റേ പാമ്പല്ല. അല്ലേ എല്ലാ വീഡിയോയിലുള്ള മയില് പീലി വിടർത്തി ആടും, പക്ഷെ നീ ആടും. എൻ്റെ നാട്ടിലില്ല. അയ്യോ പീലിയില്ല, ഇത് മയിലിപ്പെണ്ണ. അമ്മടി ചിഞ്ചുണ്ടാക്കടി. ഇതെന്താ അത്? പോയിട്ട് പീലി ഉള്ളതിനെ കൂടെ വിളിച്ചോണ്ട് വാ. ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ്. ഞാൻ കുറച്ചുകൂടെ അടുത്തോട്ട് വണ്ടി കൊണ്ടുപോകും. ഈ വിളിച്ച വീട്ടിൽ വരും, ഫാമിൽ കൊണ്ടിട്ട് വളർത്തായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലെ മയിൽ. ഞങ്ങൾ തിന്നാൻ വേണ്ടി അഴിച്ചു വിട്ടേക്കാണ്. ഞാൻ 2 മുട്ട എടുത്ത് മയിലിൻ്റെ അടുത്ത് വെച്ചാലോ. ഞങ്ങൾ മുട്ട കൊടുക്കാൻ പോകാനിറങ്ങിയ. ഞങ്ങൾ വളർത്തുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇറങ്ങി അടുക്കാത്ത പോലെ അഭിനയിക്കും, പറക്കുന്ന പോലൊക്കെ കാണിക്കും. എൻ്റെ മോളിൽ ഞാൻ പരിചയമില്ലാത്തവരൊന്ന് അഭിനയിച്ച് കാണിച്ചേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തിരിഞ്ഞോടും. ശോഭയെന്നും പറഞ്ഞ് ഓടുന്നുണ്ട്. അല്ല ശോഭയല്ലല്ലോ, ഉഷയെന്നും പറഞ്ഞ്. മറ്റേ ഉഷയെന്നുള്ള വീഡിയോ എടുക്കായിരുന്നു. മയിൽ സഹകരിച്ചായിരുന്നെങ്കിൽ. നീ അപ്പുറത്തേക്ക് നീ വേണ്ടത് മറ്റേ കൊച്ചു ചാണകം പറയണം. അത് രസമല്ലോ.